ഗൈസ് വെൽക്കം ബാക്ക് ടു NKL EDITS. സോ ഗൈസ് അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ പ്രിവ്യൂ കണ്ടതുപോലെ ഒരു ഫ്ലിപ്പ് പ്ലസ് ക്യൂബ് ട്രാൻസിഷനാണ്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് അത്തരത്തിലുള്ള ഒരു ട്രാൻസിഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. സോ ഗൈസ് അതിനുവേണ്ടി നിങ്ങൾ ഈ വീഡിയോ മുഴുവനായി സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. സോ ഗൈസ് നമ്മൾ നേരെ വീഡിയോയിലോട്ട് പോവാം. നമ്മൾ നേരെ അലൈറ്റ് മോഷൻ ഓപ്പൺ ചെയ്ത് പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ദെൻ ഒരു പ്രോജക്റ്റ് ഇതേപോലെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക. ദെൻ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. മീഡിയയിൽ വന്ന ശേഷം നമ്മൾ എന്ത് ചെയ്യുക, 2 ഫോട്ടോസാണ് ഇതിലേക്ക് എടുക്കുന്നത്. അപ്പോൾ 2 ഫോട്ടോസ് മാത്രം നിങ്ങൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മളതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുത്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിപ്പോൾ 1:1 റേഷ്യോ എടുത്തുകൊണ്ട് തന്നെ 1:1 റേഷ്യോ ഉള്ള 2 ഫോട്ടോ വന്ന് ഇതിലേക്ക് ഇതേപോലെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ശേഷം നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ നിങ്ങൾക്ക് എത്ര ഡ്യൂറേഷനാണോ വേണ്ടത് ആ ഒരു രീതിക്ക് ക്ലിപ്പ് അറേഞ്ച് ചെയ്യുക. ഞാനിപ്പോൾ 1 സെക്കൻഡിലാണ് 2 ക്ലിപ്പ് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു രീതിക്ക് ഞാൻ ക്ലിപ്പ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ക്ലിപ്പ് അറേഞ്ച് ചെയ്ത ശേഷം നമ്മൾ ഇതേപോലെ ഫസ്റ്റിൽ എൻഡിൽ അതേപോലെ ക്ലിപ്പിൻ്റെ സെൻറ്ററിലൊക്കെ ആയിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. കീ ഫ്രെയിംസ് ഇവിടേക്കാണ് വരുന്നത്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് ക്ലിപ്പിലേക്ക് വരിക. ഫസ്റ്റ് ക്ലിപ്പ് എഫക്ട്സ് വരിക, ആഡ് എഫക്ട്സ് വരിക. അതായത് നമ്മൾ 3Dയിൽ പോയി ഫ്ലിപ്പ് ലെയർ ആണ് ഫസ്റ്റ് ആഡ് ചെയ്യേണ്ടത്. ഓക്കെ, 3Dയിൽ ഫ്ലിപ്പ് ലെയർ. ഇനി ഇതിൽ ആംഗിൾ ഉണ്ടാവും. ആംഗിൾ നമ്മൾ ഇതുപോലെ 2 കീ ഫ്രെയിംസ് ആഡ് ചെയ്യുക, ഫസ്റ്റും അതേപോലെ എൻഡിലും. ഇതിൽ നമ്മൾ രണ്ടാമത്തിൻ്റെ വാല്യൂ വന്ന് നമ്മൾ നന്നായി മൈനസ് ചെയ്ത് കൊടുക്കുക. -135 ആണ് നമ്മളിതിൻ്റെ വാല്യൂ സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, -135 ആണ് സെറ്റ് ചെയ്യുന്നത്. അപ്പം കറക്റ്റ് ഈ ഒരു വാല്യൂ നിങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കുക. അത് നമ്മൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് കീ ഫ്രെയിം ഫസ്റ്റ് സൈഡിലേക്കും സെക്കൻഡ് കീ ഫ്രെയിം എൻഡ് സൈഡിലേക്കായി സെറ്റ് ചെയ്യുക. ഇനി ഇവിടെ സെൻറ്ററിലായി വന്ന് നമ്മളൊരു കർവ് അപ്ലൈ ചെയ്യണം. ഓക്കെ, ഈ ഒരു കർവാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. ഓക്കെ, ഈ ഒരു കർവ് നിങ്ങൾ കറക്റ്റായിട്ട് നോക്കുക. ഈ ഒരു കർവാണ് കൊടുക്കുന്നത്. ദെൻ നമ്മൾ ബാക്ക് വന്ന ശേഷം എഫക്ട്സിൽ വരിക. ബ്ലറിൽ വന്ന ശേഷം ഡയറക്ഷണൽ ബ്ലറാണ് ഞാനിവിടെ കൊടുക്കുന്നത്. ഡയറക്ഷണൽ ബ്ലർ ആഡ് ചെയ്യുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ 2 കീ ഫ്രെയിംസ് നേരത്തെ ആഡ് ചെയ്ത പോലെ തന്നെ 2 കീ ഫ്രെയിംസ് ആഡ് ചെയ്യേണ്ട ആഡ് വെച്ചാൽ ഒന്ന് സെൻറ്ററിലും ഒന്ന് ഇതേപോലെ എൻഡിലുമാണ് 2 കീ ഫ്രെയിംസ് ആഡ് ചെയ്യേണ്ടത്. ഇതിൽ വന്ന് ഫസ്റ്റത്തെ കീ ഫ്രെയിമിൻ്റെ വാല്യൂ 0 ആക്കുക. രണ്ടാമത്തെ കീ ഫ്രെയിമിൻ്റെ വാല്യൂ 0.15. അതിൽ ചേഞ്ചസ് ഒന്നും വരുത്തണ്ട. ഇനി നമുക്കിവിടെ ഒരു കർവ് അപ്ലൈ ചെയ്യണം. ഇവിടെ രണ്ടാമത്തെ കർവ് കൊടുക്കുക. ഈ ഒരു പോർഷൻ താഴേക്ക് സെറ്റ് ചെയ്യുക. ഈ ഒരു കർവാണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അത്യാവശ്യം സ്മൂത്ത് ആയിട്ടുള്ള ഒരു കർവാണ് നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ നമ്മൾ സെക്കൻഡ് ക്ലിപ്പിലേക്ക് വരുവാണ്. സെക്കൻഡ് ക്ലിപ്പ് എടുക്കുക, എഫക്ട്സിൽ വരിക, ആഡ് എഫക്ട്സിൽ വരിക. ഇതിൽ നമ്മൾ 3Dയിൽ ബോക്സ് എഫക്റ്റ് ആണ് കൊടുക്കേണ്ടത്. ബോക്സ് എഫക്റ്റ് കൊടുക്കുക. then ഇവിടെ ഹൈറ്റ് വന്ന് നമ്മൾ 100ലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുക. 300ലായിരിക്കും ഉണ്ടാവുക. അത് നമ്മൾ 100ലേക്ക് കറക്റ്റായി സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഈ ഒരു വാല്യൂസൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ ഫോളോ ചെയ്യുക. ദെൻ നമുക്കിവിടെ ഷൈൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും. അത് വന്ന് 0ലേക്ക് ആക്കി കൊടുക്കുമ്പോൾ നമുക്ക് ആ ഒരു ഫോട്ടോ കറക്റ്റായിട്ട് ക്ലിയർ ആയിട്ട് കിട്ടുന്നതായിരിക്കും. ഇനി നമ്മൾ ഇവിടെ താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്കിവിടെ സ്കെയിൽ പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. സ്കെയിൽ ഓപ്ഷനിൽ നമ്മൾ 2 കീ ഫ്രെയിംസ് ഇതേപോലെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിൽ എൻഡിലെ കീ ഫ്രെയിമിൻ്റെ വാല്യൂ പറഞ്ഞാൽ 1.70 ആ ഒരു റേഞ്ചിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുക കറക്റ്റ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇത് കറക്റ്റായിട്ട് എൻഡിലേക്ക് സെറ്റ് ചെയ്യുക. ദെൻ ഫസ്റ്റിലെ കീ ഫ്രെയിമിൻ്റെ വാല്യൂ പറഞ്ഞാൽ നമ്മൾ നല്ല രീതിക്ക് ഒന്ന് ഇൻക്രീസ് ചെയ്ത് കൊടുക്കുക. സ്ക്രീനിൽ ഫില്ലാവുന്ന രീതിക്ക് ഒന്ന് ഇൻക്രീസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അധികം വേണ്ട, കറക്റ്റായിട്ട് ഫില്ലാവുന്ന രീതിക്ക് ഒന്ന് ഇൻക്രീസ് ചെയ്ത് കൊടുത്ത ശേഷം ആ ഒരു കീ ഫ്രെയിം ഫസ്റ്റിലേക്ക് സെറ്റ് ചെയ്യുക. ദെൻ ഇതിൻ്റെ സെൻറ്ററിലായി വന്ന് നമ്മളൊരു കർവ് അപ്ലൈ ചെയ്യണം. ഓക്കെ, ഈ ഒരു കർവാണ് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, ഈ ഒരു കർവാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു കർവ് നിങ്ങൾ നോട്ട് ചെയ്യുക. ഓക്കെ, ഇനി നമുക്കിതിൽ ഓറിയൻറ്റേഷനാണ് കൊടുക്കാനുള്ളത്. ഓറിയൻറ്റേഷൻ കൊടുക്കാൻ വേണ്ടി നമ്മളിത് ഓറിയൻറ്റേഷൻ ക്ലിക്ക് ചെയ്യുക. ഏറ്റവും മുകളിലായിട്ടുള്ള ഓപ്ഷനാണ് ഓറിയൻറ്റേഷൻ. ക്ലിക്ക് ചെയ്ത ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് വന്നൊരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. ഇതേപോലെ ഫസ്റ്റ് ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. അതായത് ഇവിടെ എൻഡിലായി വന്നൊരു കീ ഫ്രെയിം ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ ബോക്സിൽ ഇവിടെ രണ്ടാമത്തെ കീ ഫ്രെയിം എന്ന് പറഞ്ഞാൽ സെൻറ്ററിലാണ് സെറ്റ് ചെയ്യേണ്ടത്. ഫസ്റ്റിലെ കീ ഫ്രെയിം വന്ന് ഇവിടെ ഫസ്റ്റ് ആയിട്ടുമാണ് സെറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ ഫസ്റ്റ് കീ ഫ്രെയിമിൻ്റെ വാല്യൂ നമ്മൾ ബീറ്റയിലേക്ക് വരിക. ബീറ്റയിലേക്ക് വന്ന ശേഷം നമ്മൾ അതിൻ്റെ വാല്യൂ വന്നൊന്ന് ഇൻക്രീസ് ചെയ്ത് കൊടുക്കുക. ഒരു 90 ഡിഗ്രിയിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ കറക്റ്റ് 90 ആക്കി കൊടുക്കുക. ദെൻ ഇത് വന്ന് ഇതേപോലെ ഫസ്റ്റിലേക്ക് സെറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഒരു വാല്യൂ കറക്റ്റായി, അതായത് രണ്ടാമത്തതിൻ്റെ വാല്യൂ 0 തന്നെയാണ്. ഇനി നമ്മളിവിടെ ഒരു കർവ് അപ്ലൈ ചെയ്യണം. കർവ് പറഞ്ഞാൽ നമ്മൾ 3rd കർവ് കൊടുക്കുക. ദെൻ ഈ ഒരു പാർട്ട് മുകളിലേക്ക് സെറ്റ് ചെയ്യാം. ഓക്കെ, ഈ ഒരു കർവ് നിങ്ങൾ നോട്ട് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ എന്ത് ചെയ്യുക, അടുത്തത് പറഞ്ഞാൽ ഇതിൽ ഡയറക്ഷണൽ ബ്ലർ ആഡ് ചെയ്യുകയാണ് വേണ്ടത്. നമ്മൾ ബ്ലറിൽ ഡയറക്ഷണൽ ബ്ലർ ആഡ് ചെയ്യുക. നേരത്തെ പോലെ തന്നെ ഫസ്റ്റിലും സെൻറ്ററിലുമായിട്ട് കീ ഫ്രെയിം ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇവിടെ നമ്മൾ വന്ന് രണ്ടാമത്തെ കീ ഫ്രെയിമിൻ്റെ വാല്യൂ ആണ് 0 ആക്കുന്നത്. ദെൻ ഫസ്റ്റ് കീ ഫ്രെയിം വന്ന് ഇതേപോലെ ഫസ്റ്റിലേക്ക് സെറ്റ് ചെയ്യുക. ദെൻ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ കൊടുത്ത സെയിം കർവ് ഒന്ന് കൊടുത്തിട്ട് ഈ ഒരു പോർഷൻ ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഈ ഒരു രീതിക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്ത ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് ക്ലിപ്പ് വന്ന് നമ്മളൊന്ന് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക. ഇതേപോലെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത ശേഷം നമ്മൾ ഈ ഒരു പാർട്ടിലായി വന്ന ശേഷം നമ്മളിവിടെ ഈ ഒരു രണ്ടാമത്തെ മീൻസ് താഴെയുള്ള ബാക്ക്ഗ്രൗണ്ട് ക്ലിപ്പ് ഒന്ന് ഇതേപോലെ ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് കൊടുക്കുക.
ഓക്കെ. ദെൻ മുകളിലുള്ള ക്ലിപ്പ് ഒന്ന് സെലക്ട് ചെയ്ത ശേഷം നമ്മൾ ബോർഡർ ആൻഡ് ഷാഡോയിൽ വരിക. ഷാഡോ എനേബിൾ ചെയ്ത് കൊടുക്കുക. ഷാഡോയുടെ വാല്യൂയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യാം, എത്രയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കൊടുക്കാം. ഓക്കെ. ഇനിയെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു നമ്മുടെ ആ ഒരു സെൻറ്ററിലുള്ള മീൻസ് ആ ഒരു മുകളിലുള്ള ക്ലിപ്പിൻ്റെ സൈസ് കുറയ്ക്കുകയോ കൂട്ടുകയോ അങ്ങനെ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചോയ്സ് അനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം. അത് നിങ്ങളുടെ കസ്റ്റമൈസേഷൻ അനുസരിച്ച് ഞാൻ വിട്ടു തന്നിരിക്കുന്നു. അതുപോലെ തന്നെ ഈ ഒരു ഫസ്റ്റ് പാർട്ടിൽ, അതായത് ഫസ്റ്റ് തൊട്ട് സെൻറ്റർ വരെ ഞാൻ ഒരു ട്രാൻസിഷനും കൊടുത്തിട്ടില്ല. അതായത് ഈ ഒരു പാർട്ടിൽ ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ സൂം ട്രാൻസിഷൻ, വേവ് ട്രാൻസിഷൻ പോലുള്ള ഏതൊരു ട്രാൻസിഷൻ വേണമെങ്കിൽ കൊടുക്കാം. ഈ ഒരു സെൻറ്റർ പാർട്ടിൽ നിന്ന് ഇങ്ങോട്ടാണ് ഞാനിപ്പോൾ ട്രാൻസിഷൻസ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഫസ്റ്റ് പാർട്ടിൽ നിങ്ങൾക്ക് ഏതൊരു ട്രാൻസിഷൻ വേണമെങ്കിലും ഇതിന് സ്യൂട്ടാവുന്ന രീതിക്ക് കൊടുക്കാം. അതായത് നമ്മൾ അഗെയിൻ താഴെ ലെയർ സെലക്ട് ചെയ്യുകയാണ്. ഇവിടെ നമ്മൾ വന്ന് കളർ ആൻഡ് ലൈറ്റിൽ സോളിഡ് കളർ ആഡ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക വെച്ചാൽ കളർ വന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കൊടുക്കുക. ഞാനിപ്പം ജസ്റ്റ് ബ്ലാക്കാണ് കൊടുക്കുന്നത്. ഇവിടെ വന്ന് മൾട്ടിപ്ലൈ കൊടുക്കുക. അതായത് ബ്ലെൻഡിങ് മോഡ് നോർമലായിരിക്കും ഉണ്ടാവുക. അത് മൾട്ടിപ്ലൈ കൊടുത്ത ശേഷം നമ്മൾ ആൽഫയുടെ വാല്യൂ ഒന്ന് കുറച്ച് കൊടുക്കുക. അതായത് അതിൻ്റെ ഒപ്പാസിറ്റി ആയിരിക്കും കുറയുന്നുണ്ടാവുക ആൽഫ കുറക്കുമ്പോൾ. ഞാനിപ്പോൾ ഒരു 60% വെച്ചിട്ടുണ്ട്. ഓക്കെ. ഇനി നമ്മൾ എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ സെയിം പ്രോസസ്സ് ഇവിടെയും വന്ന് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക. ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത ശേഷം നമ്മൾ ഇവിടെ ബോക്സ് എഫക്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുകയാണ്. ബോക്സ് എഫക്റ്റ് ഓപ്പൺ ചെയ്ത ശേഷം നമുക്കിവിടെ പൊസിഷനാണ് ചേഞ്ച് ചെയ്യേണ്ടത്. നമ്മൾ നേരത്തെ അവിടെ സൂമാണ് ചെയ്തത്. ഇവിടെ നമ്മൾ പൊസിഷൻ ചേഞ്ച് ചെയ്യുകയാണ്. ഇവിടെ നമ്മൾ സെഡ് ആക്സിസിൻ്റെ വാല്യൂ 100ലേക്ക് കൊണ്ടുവരിക. ഓക്കെ. സെഡ് ആക്സിസ് കറക്റ്റ് 100 ആക്കി കൊടുക്കുക. അതായത് എക്സ് 0, വൈ 100, സെഡും 100. ഇതാണ് ഇവിടെ പൊസിഷൻ ചേഞ്ച് ചെയ്യുന്നുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്. സോറി, സെഡ് 100 അല്ല, -100. ഓക്കെ. ജസ്റ്റ് മാറിപ്പോയി വാല്യൂ. -100ലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ. അപ്പോൾ ഈ ഒരു വാല്യൂസൊക്കെ നിങ്ങൾ ഇപ്പോൾ കറക്റ്റായിട്ട് ചെയ്യുക. ശേഷം എന്ത് ചെയ്യുക, ഈ ഒരു ട്രാൻസിഷൻ കംപ്ലീറ്റ് ആയ ശേഷം നിങ്ങൾക്ക് ഇതിലെന്തെങ്കിലും മോഡിഫിക്കേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യാം. ഓക്കെ. ഈ ഒരു ട്രാൻസിഷൻ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളൊന്ന് പ്ലേ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അഡീഷണൽ കൂട്ടിച്ചേർക്കാനോ അങ്ങനെ എന്തൊക്കെ മീൻസ് ഒരു എഫക്റ്റ് ഇതിൽ ഈ ഒരു എഫക്റ്റ് കൂടി ആഡ് ചെയ്താൽ നല്ലതായിരിക്കും തോന്നുന്നുണ്ടെങ്കിൽ ആ ഒരു രീതിക്ക് നിങ്ങൾക്ക് ആഡ് ചെയ്യാം. നമ്മൾ ഇവിടെ സ്കെയിലിൻ്റെ വാല്യൂ ഒന്ന് നമ്മൾ ജസ്റ്റ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അതായത് ഫസ്റ്റത്തെ കീ ഫ്രെയിമിൻ്റെ വാല്യൂ ചേഞ്ച് ഒന്നുമില്ല. രണ്ടാമത്തെ കീ ഫ്രെയിമിൻ്റെ വാല്യൂ ഒന്ന് 0.44 ഒന്ന് കുറച്ച് കൊടുത്തിട്ടുണ്ട്. ദെൻ നമ്മൾ നേരത്തെ ഇതിൽ കൊടുത്ത ആ ഒരു കർവ് തന്നെയാണ് ഇവിടെ കൊടുക്കേണ്ടത്. നമ്മൾ നേരത്തെ കൊടുത്ത സെയിം കർവ്, നമ്മൾ നേരത്തെ സ്കെയിലിന് ഏതൊരു കർവാണോ കൊടുത്തത് ആ ഒരു കർവ് തന്നെയാണ് ഇവിടെയും കൊടുക്കേണ്ടത്. ഓക്കെ. നമ്മൾ ഏറ്റവും താഴേക്ക് വന്നാൽ, അതായത് ബോക്സിൽ തന്നെ ഏറ്റവും താഴേക്ക് വന്നാൽ ഡ്രിൽ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതായത് ഈ ഒരു ഓപ്ഷൻ ഇവിടെ വന്ന് നമ്മൾ എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ ഇതിൻ്റെ വാല്യൂ നമ്മളൊന്ന് ചേഞ്ച് ചെയ്യണം. 0 ഡിഗ്രിയിലുള്ളത് നമ്മളൊന്ന് 180 ഡിഗ്രിയിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കണം. കറക്റ്റ് 180ലേക്ക് ഇതൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണം. ഓക്കെ. അപ്പോൾ ഈ ഒരു വാല്യൂസൊക്കെ ഞാൻ പറഞ്ഞ പോലെ കറക്റ്റായിട്ട് തന്നെ സെറ്റ് ചെയ്യുക. സെറ്റ് ചെയ്തൊന്ന് പ്ലേ ചെയ്ത ശേഷം നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചേഞ്ച് ചെയ്യുക. ഇനി നമ്മളെന്താ വെച്ചാൽ ഇത് സെറ്റ് ചെയ്ത ശേഷം നമ്മൾ ആ ഒരു ബോക്സ് എഫക്റ്റ് കംപ്ലീറ്റ് ആയി. ഇനി നമ്മൾ ആഡ് എഫക്ട്സിൽ വരാം. നേരത്തെ ആഡ് ചെയ്ത സോളിഡ് കളർ ആഡ് ചെയ്യുക. സെയിം മെത്തേഡ് ബ്ലാക്ക് കളർ ആക്കുക. അതേപോലെ തന്നെ മൾട്ടിപ്ലൈ കൊടുക്കുക. ദെൻ നമ്മൾ എന്ത് ചെയ്യുക, ആൽഫയുടെ വാല്യൂ ഒന്ന് ഒരു 60 സെറ്റ് ചെയ്യുക. അതുപോലെ തന്നെ മുകളിൽ ലെയറിൽ വന്ന് നമ്മൾ ഷാഡോ എനേബിൾ ചെയ്ത് കൊടുക്കുകയാണ്. അതിൻ്റെ വാല്യൂവും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. ശേഷം നമ്മളിത് പ്ലേ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഒരു ഔട്ട്പുട്ട് എന്ന് പറയുന്നതാണ് ഈ ഒരു രീതിക്കായിരിക്കും ഉണ്ടാവുക. ചിലപ്പം ചെറിയൊരു ബ്ലറ്, അതായത് നമുക്കിപ്പോൾ പ്ലേ ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് കിട്ടണമെന്നില്ല. അത് നിങ്ങളുടെ പ്രിവ്യൂ കണ്ട സെയിം സാധനം തന്നെയാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി ഇതിൽ ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഈ ഒരു ഫസ്റ്റ് പാർട്ടിൽ നിങ്ങൾക്ക് ഏതൊരു ട്രാൻസിഷൻ വേണമെങ്കിൽ കൊടുക്കാം. ഈ ഒരു ചാനൽ തന്നെ ചെക്ക് ചെയ്താൽ ഒരുപാടധികം ട്രാൻസിഷൻസ് ഞാൻ തന്നെ ചെയ്തിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഈ ഒരു വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ഇനി ഇതേപോലെ എഡിറ്റിംഗ് വീഡിയോസ് ലഭിക്കാണ്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്.